ബിഫോർ സിവിലിൻ്റെ പുതിയൊരു സെക്ഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എയിലോട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം PSC ഇതുവരെ ആയിട്ടും PCB AEയുടെ സിലബസ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ നമ്മൾ അവരത് സിലബസ് അനൗൺസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം കൂടി പഠിച്ചെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം PSC സാധാരണ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതിനോടൊപ്പമായിട്ടായിരിക്കും അവർ സിലബസ് ഇടുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് മിനിറ്റിൽ നമുക്കിതെല്ലാം കെമിക്കൽ ടോപ്പിക്സും സിവിൽ ടോപ്പിക്സും എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കറിയാം കെമിക്കൽ എഞ്ചിനീയറിംഗുകാർ കൂടി എഴുതുന്ന എക്സാമാണിത്. അപ്പം ഇതിന് കെമിക്കൽ എഞ്ചിനീയറിംഗിനും സിവിൽ എഞ്ചിനീയറിംഗിനുള്ള കോമൺ ടോപ്പിക്സ് ഒക്കെ ഉണ്ടാകും. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗും ഉണ്ടാകും. ഏകദേശം ഒരു 40 to 50% ക്വസ്റ്റ്യൻസ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു 40 to 50% മാർക്ക് കിട്ടാൻ ഉള്ള ടോപ്പിക്സ്, അതായത് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം PSC സിലബസ് ഒക്കെ അനൗൺസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കെമിക്കലിൻ്റെ ടോപ്പിക്സ്, അപ്പോൾ നമുക്ക് സമയം ഉണ്ടാകും, കെമിക്കൽ നോക്കാനുള്ള സമയം ഉണ്ടാകും. നമ്മൾ സിവിൽ ടോപ്പിക്സും എൻവയോൺമെൻറ്റ് ടോപ്പിക്സും ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു 30% ഒക്കെ വരുന്നുണ്ടാവുള്ളൂ കെമിക്കലിൻ്റെ ടോപ്പിക്സ്. അത് ലാസ്റ്റ് നമുക്ക് പഠിച്ചെടുക്കാനുള്ള ടൈം ഉണ്ടാകും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയർ പൊല്യൂഷൻ ആണ്. നമ്മൾ സാധാരണ എക്സാംസിനും ഓവർസിയർ എക്സാംസിനും ഒക്കെ എൻവയോൺമെൻറ്റലിൻ്റെ ബാക്കി വേസ്റ്റ് വാട്ടറും അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ അങ്ങനെയുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ എങ്കിൽ ഈ പൊല്യൂഷൻ ടോപ്പിക്സ് അത്ര ഇങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു നമ്മുടെ നോവൽ PSC എക്സാംസിന് വേണ്ടിയിട്ട്. അപ്പം ഈ ടോപ്പിക്സുമായിട്ട് നമ്മൾ അധികം പേരും അത്ര ഇങ്ങോട്ട് ഫെമിലിയർ ആയിട്ടുണ്ടാവില്ല. പൊല്യൂഷൻ ഒക്കെ നമ്മൾ അങ്ങനെ നോക്കുന്ന ഒരു ടോപ്പിക് അല്ല. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഈ എയർ പൊല്യൂഷൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് എയർ പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ is defined as the presence of any solid, liquid or gaseous substance, that is including noise, present in the atmosphere in such concentrations that may or tend to be injurious to human beings or other living creatures or plants or property or enjoyment. ഇതാണ് ഡെഫിനിഷൻ. എയർ പൊല്യൂഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഒന്നുകിൽ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ ഗേഷ്യസ് സബ്സ്റ്റൻസ്, ഈ സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ഹ്യൂമൻ ബീങ്സിനോ അല്ലെങ്കിൽ എർത്തിലുള്ള ഏതെങ്കിലും ലിവിങ് ക്രിയേച്ചേഴ്സിനോ പ്ലാന്റ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടിക്കോ നമ്മുടെ എൻജോയ്മെൻറ്റിനോ അത് ഇൻജൂറിയസ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉള്ള ഹൈ കോൺസെൻട്രേഷനിൽ ഇത് പ്രസൻറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എയർ പൊല്യൂഷൻ എന്ന് പറയാം. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള ഏതെങ്കിലും സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സബ്സ്റ്റൻസ് നമുക്ക് ഹ്യൂമൻ ബീങ്സിനോ അല്ലെങ്കിൽ അതർ ക്രിയേച്ചേഴ്സിനോ ഇൻജൂറിയസ് ആകുന്ന രീതിയിലുള്ള ഒരു കോൺസെൻട്രേഷനിൽ പ്രസൻറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർ പൊല്യൂഷൻ ആണെന്ന് പറയാം. ഇനി നമുക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഏതൊക്കെ ഗ്യാസസ് എത്രയുള്ള പെർസെൻറ്റേജിൽ ഇത് പ്രസൻറ്റ് ആകുന്നു എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ ഉണ്ട്? നൈട്രജൻ ഉണ്ട്. നൈട്രജൻ 78.1% കോമ്പോസിഷനിലുണ്ട്. ഓക്സിജൻ 20.9%. പിന്നെ കാർബൺ ഡയോക്സൈഡ് 0.03%. ആർഗൺ 0.92%. പിന്നെ ബാക്കി എല്ലാം ഓരോ ട്രേസ് ഗ്യാസസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിരിക്കുന്ന ഗ്യാസസ്. നൈട്രജൻ 78.1%, ഓക്സിജൻ അബൌട്ട് 20.9%, കാർബൺ ഡയോക്സൈഡ് 0.03%, ആർഗൺ 0.92%. ഇത്രയൊക്കെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിരിക്കുന്ന ഗ്യാസസ്, കോമ്പോസിഷൻ ഓഫ് ഗ്യാസസ്. ഇനി നമ്മുടെ എയർ പൊല്യൂഷൻ്റെ സോഴ്സസും ക്ലാസിഫിക്കേഷനും. ഏതൊക്കെ തരം എയർ പൊല്യൂഷൻ ഉണ്ട്? നാച്ചുറൽ പൊല്യൂഷനും ഉണ്ട്, മാൻമെയ്ഡ് പൊല്യൂഷൻ ഉണ്ട്. നാച്ചുറൽ പൊല്യൂഷൻ എന്ന് പറയുമ്പം ഇതൊക്കെയാണ് വോൾക്കാനോ ഇറപ്ഷൻ വഴി അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫയേഴ്സ്, പോളൻ ഗ്രെയിൻസ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന പൊല്യൂഷനെയാണ് നമ്മൾ നാച്ചുറൽ എയർ പൊല്യൂഷൻ എന്ന് പറയുക. ഇനി മാൻമെയ്ഡ്, അതായത് മനുഷ്യന്മാരുണ്ടാക്കുന്ന പൊല്യൂഷൻ, അത് ഇൻഡസ്ട്രീസിൽ നിന്നും ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ ബേണിംഗ് ഓഫ് വുഡ്, കോൾ എക്സെട്ര ഇതൊക്കെ ചെയ്യുമ്പം പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് എമിറ്റാവുന്നുണ്ട്. ആ പോയിസണസ് ഗ്യാസസ് ഉണ്ടാക്കുന്ന എയർ പൊല്യൂഷനെയാണ് നമ്മൾ മാൻമെയ്ഡ് പൊല്യൂഷൻ എന്ന് പറയുക. ഇനി പൊല്യൂട്ടൻസ് നമുക്ക് നോക്കാം. രണ്ട് രീതിയിലുള്ള പൊല്യൂട്ടൻസ് ഉണ്ട്. പ്രൈമറി എയർ പൊല്യൂട്ടൻസും ഉണ്ട്, സെക്കൻഡറി എയർ പൊല്യൂട്ടൻസും ഉണ്ട്. അതിൽ പ്രൈമറി എയർ പൊല്യൂട്ടൻസ് മെയിനായിട്ടും 5 തരം ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓക്സൈഡ്സ് ഓഫ് സൾഫർ, അതായത് സൾഫറിൻ്റെ ഓക്സൈഡ്സ്. ഇതിനകത്ത് തന്നെ സൾഫർ ഡയോക്സൈഡ് ആണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. സൾഫർ ഡയോക്സൈഡ് ആണ് മേജറായിട്ടും എയർ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്. ഇനി ഓക്സൈഡ്സ് ഓഫ് കാർബൺ ഉണ്ട്. അത് ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും.
പിന്നെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, അത് നൈട്രജൻ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രജൻ ട്രയോക്സൈഡ്. സോ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഈ മൂന്നെണ്ണവും എയർ പൊല്യൂഷന്റെ കാരണകാരികളാണ്. പിന്നെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് മോസ്റ്റ്ലി ഹൈഡ്രോ കാർബൺസ് ആണ്. പിന്നെ സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ, അതിനെ നമ്മൾ SPM എന്ന് വിളിക്കും. അപ്പം ഈ 5 എയർ പൊല്യൂട്ടൻസ് ആണ് പ്രൈമറി എയർ പൊല്യൂട്ടൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്സൈഡ്സ് ഓഫ് സൾഫർ, ഓക്സൈഡ്സ് ഓഫ് കാർബൺ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, volatile organic compounds mostly hydrocarbons, suspended particulate matter. ഇനി സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് എന്താണ്? നമ്മുടെ പ്രൈമറി എയർ പൊല്യൂട്ടൻസ് ഒന്നെങ്കിൽ അവർ തമ്മിൽ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയേക്കുന്ന ഓക്സിജനോ അല്ലെങ്കിൽ വാട്ടർ വേപ്പറോ ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ട്സ് ആണ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ്. ഈ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് പ്രൈമറി എയർ പൊല്യൂട്ടൻസിനെക്കാട്ടിയും കൂടുതൽ ഹാംഫുൾ ആണ്. സോ എങ്ങനെയാണ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് ഉണ്ടാകുന്നത്? പ്രൈമറി എയർ പൊല്യൂട്ടൻസ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിരിക്കുന്ന ഓക്സിജനോ വാട്ടർ വേപ്പറോ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് ഉണ്ടാകും. ഏതൊക്കെയാണ്? H2SO4, ഓസോൺ എന്ന് പറയുമ്പം അത് O3 ആണ്. പിന്നെ ഫോമാൽഡിഹൈഡ്, പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് അല്ലെങ്കിൽ നമ്മൾ പാൻ എന്ന് പറയും, പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് അല്ലെങ്കിൽ പാൻ. ഇതൊക്കെയാണ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ്. ഞാൻ പറഞ്ഞു പ്രൈമറി എയർ പൊല്യൂട്ടൻസ് ഒന്നെങ്കിൽ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വാട്ടർ വേപ്പറുമായിട്ട് റിയാക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റെ എക്സാമ്പിൾ ഇപ്പം സൾഫർ ട്രയോക്സൈഡ് നമ്മുടെ വാട്ടറും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് H2SO4 ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഓക്സൈഡ്സ് ഓഫ് സൾഫറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഓക്സൈഡ്സ് ഓഫ് സൾഫറിൽ സൾഫർ ഡൈ ഓക്സൈഡ് ആണ് ബേസിക് ആയിട്ടും ഉള്ള എയർ പൊല്യൂട്ടന്റ്. സൾഫർ ഡൈ ഓക്സൈഡ് ആണ് ബേസിക് ആയിട്ടുള്ള എയർ പൊല്യൂട്ടന്റ്. ഈ സൾഫർ ഡൈ ഓക്സൈഡ് ഓക്സിഡൈസ് ടു ഫോം സൾഫർ ട്രയോക്സൈഡ്. നമ്മുടെ സൾഫർ ഡൈ ഓക്സൈഡ് ഓക്സിജനും ആയിട്ട് റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്തിട്ടാണ് സൾഫർ ട്രയോക്സൈഡ് ഫോം ചെയ്യുന്നത്. ഈ സൾഫർ ട്രയോക്സൈഡ് എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ്സിൽ ഡിസോൾവ് ആകും. ബോഡിയിലുള്ള ഫ്ലൂയിഡ്സിൽ ഡിസോൾവ് ആയി കഴിയുമ്പം H2SO4 ഫോം ചെയ്യുന്നു. H2SO4 എന്ന് പറയുന്നത് ഒരു ഹൈലി കൊറോസീവ് ആയിട്ടുള്ള ആസിഡ് ആണ്. ഇപ്പം നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ ഈ H2SO4 നമ്മുടെ ബോഡിയിൽ H2SO4 ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണ്? ബ്രോങ്കോസ്പാസം എന്ന ഡിസീസ് നമുക്ക് ഉണ്ടാകുന്നു. ബ്രീത്തിങ് പ്രോബ്ലത്തിനെയൊക്കെ അത് ബ്രീത്തിങ് പ്രോബ്ലം കോസ് ചെയ്യുന്നു, നമ്മുടെ ബ്രീത്തിങ്ങിനെ എഫക്ട് ചെയ്യുന്നു, റെസ്പിറേറ്ററി ഡിസീസസ് ഒക്കെ ഉണ്ടാകുന്നു. സോ സൾഫർ ഡയോക്സൈഡ് സൾഫർ ട്രയോക്സൈഡ് ആകുന്നു. അത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ ഡിസോൾവ് ആയതിനു ശേഷം H2SO4 ഉണ്ടാകുന്നു. ഈ H2SO4 ബ്രോങ്കോസ്പാസം ഉണ്ടാക്കും നമുക്ക്. പിന്നെ സൾഫർ ഡയോക്സൈഡ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? എവിടെ നിന്നൊക്കെയാണ് ഇത് ഒറിജിനേറ്റ് ആകുന്നത്? റിഫൈനറീസിൽ നിന്നും, കെമിക്കൽ പ്ലാന്റ്സ്, സ്മെൽറ്റിംഗ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, തെർമൽ പ്ലാന്റ്സിൽ നിന്നും ഒക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് സൾഫർ ഡയോക്സൈഡ് എമിറ്റ് ആകുന്നുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യൻ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അത് പ്രകാരം അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിരിക്കുന്ന ഓരോ ഗ്യാസിനും ഒരു പെർമിസിബിൾ എമൗണ്ട് അവർ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവർ റിവൈസ് ചെയ്തിരിക്കുന്നത് 2009 അതിനുശേഷം ഈ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിന്റെ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പം 2009 ഡാറ്റ പ്രകാരം ന്യൂലി റിവൈസ്ഡ് എന്ന് പറയുന്നത്. ന്യൂലി റിവൈസ്ഡ് ഇന്ത്യൻ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് permissible maximum annual average concentration of sulfur dioxide for residential areas as 50 microgram per meter cube, which approximates to 0.019 ppm at 20 degrees Celsius. അപ്പം ഇന്ത്യൻ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പ്രകാരം റെസിഡൻഷ്യൽ ഏരിയയിൽ സൾഫർ ഡയോക്സൈഡിന് പറഞ്ഞേക്കുന്ന ആനുവൽ ആവറേജ് കോൺസെൻട്രേഷൻ എത്രയാണ്? 50 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 0.019 പാർട്സ് പെർ മില്യൺ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. അതാണ് അവർ പറഞ്ഞേക്കുന്ന പെർമിസിബിൾ വാല്യൂ. ഇനി നമ്മൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിരിക്കുന്ന സസ്പെൻഡഡ് മാറ്ററിനെയും അല്ലെങ്കിൽ ഗേഷ്യസ് പൊല്യൂട്ടൻസിനെയും ഒക്കെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സസ്പെൻഡഡ് മാറ്റർ അല്ലെങ്കിൽ ഗേഷ്യസ് പൊല്യൂട്ടൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഇനി ഈ 1 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബും 1 പാർട്സ് പെർ മില്യണും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതായത് 1 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് എത്ര പാർട്സ് പെർ മില്യൺ ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഒരു റിലേഷൻ വെച്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണത്? 1 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 പാർട്സ് പെർ മില്യൺ ഇൻറ്റു മോളിക്യുലർ മാസ് ഓഫ് ദാറ്റ് പൊല്യൂട്ടന്റ്. നമ്മൾ ഏത് പൊല്യൂട്ടന്റ് ആണോ കൺസിഡർ ചെയ്യുന്നത് ആ പൊല്യൂട്ടന്റിന്റെ മോളിക്യുലർ മാസ് ഡിവൈഡഡ് ബൈ liter per mole of pollutant at given temperature and pressure into 10⁻³ liter per meter cube. ഈ റിലേഷൻ വെച്ചാണ് നമ്മൾ മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബും പാർട്സ് പെർ മില്യണും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുന്നത്.
അപ്പം ലിറ്റേഴ്സ് പെർ മോൾ ഓഫ് പൊല്യൂട്ടന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മോളിക്യൂൾ ഓഫ് പൊല്യൂട്ടന്റ് എത്ര ലിറ്റർ വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നു എന്നതാണ് ഈ V2 സൂചിപ്പിക്കുന്നത്. ലിറ്റർ പെർ മോൾ ഓഫ് പൊല്യൂട്ടന്റ് അറ്റ് ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഒരു മോളിക്യൂൾ ഓഫ് പൊല്യൂട്ടന്റ് എത്ര വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം റിലേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഈ വാല്യൂ ഓഫ് ലിറ്റർ പെർ മോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്യാസ് ലോ വെച്ച് കണ്ടുപിടിക്കാം. ഗ്യാസ് ലോ പറയും, ഗ്യാസ് ലോ എന്താണ്, P1 V1 by T1 ഈക്വൽ ടു P2 V2 by T2. ഇതാണ് ഗ്യാസ് ലോ. അപ്പം നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസിലും 1 അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലും ഉള്ള V1 എന്ന് പറയുന്നത് 22.4 ആണ്. 22.4 ലിറ്റർ പെർ മോൾ. 22.4 ലിറ്റർ പെർ മോൾ ആണ്. അത് 0 ഡിഗ്രി സെൽഷ്യസിലും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുമാണ്. ഇനി നമുക്കത് 20 ഡിഗ്രി സെൽഷ്യസിലും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? വൺ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 760 mm ഓഫ് മെർക്കുറി ആണ് ഇൻറ്റു V1 ബൈ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273 കെൽവിൻ ആണ്. അപ്പം 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പം 760 mm മെർക്കുറി ഇൻറ്റു V2, നമുക്ക് V2 ആണ് കണ്ടുപിടിക്കേണ്ടത്, ബൈ 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പം 293 കെൽവിൻ ആയി. അപ്പം നമുക്ക് V2 എങ്ങനെ കിട്ടി? V2 is equal to 293 by 273 ഇൻറ്റു V1 എന്ന് പറയുന്നത് 22.4 ആണ്. സോ നമുക്ക് V2 വാല്യൂ 24.04 ലിറ്റർ പെർ മോൾ എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ എഴുതി 1 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബും 1 പാർട്സ് പെർ മില്യണും തമ്മിലുള്ള റിലേഷൻ. അപ്പം 1 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ് ആണെന്ന് വിചാരിക്കുക. സൾഫർ ഡൈ ഓക്സൈഡിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇസ് ഈക്വൽ ടു 1 ppm ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ് ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ് എത്രയാണ്? 64 വരും. 64 ബൈ V1 എന്ന് പറയുന്നത് 24 24.04 ഇൻറ്റു 10⁻³ ആണ്. ഇനി സൾഫർ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ വെയിറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? സൾഫർ ഡൈ ഓക്സൈഡ്, അപ്പം അറ്റോമിക് വെയിറ്റ് ഓഫ് സൾഫർ എന്ന് പറയുന്നത്, അറ്റോമിക് മാസ് ഓഫ് സൾഫർ 32 ആണ്. ഇനി 2 ആറ്റം ഓഫ് ഓക്സിജൻ ഉണ്ട്. അപ്പം 2 ഇൻറ്റു ഒരു ഓക്സിജൻ ആറ്റമിൻ്റെ മാസ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പം 32 പ്ലസ് 32 ഈക്വൽ ടു 64. അങ്ങനെയാണ് നമ്മൾ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ 1 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്നുണ്ടെങ്കിലുള്ള റിലേഷൻ ഇത്. ഇനി നമുക്ക് 50 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 50 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ്, അത് എത്ര ppm ആണെന്ന് നമുക്കറിയില്ല. അപ്പം സൾഫർ ഡൈ ഓക്സൈഡ് ഇൻ ppm ഇൻറ്റു 64 ഇൻറ്റു 10⁻³ ബൈ 24.04. അതായത് നമുക്ക് എത്ര ppm എന്ന് കിട്ടി? 0.019 ppm എന്ന് നമുക്ക് കിട്ടും. സോ ഇതാണ് ppmഉം മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബും തമ്മിലുള്ള റിലേഷൻ. 1 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ് ഇസ് ഈക്വൽ ടു 1 ppm ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ് ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ് ബൈ ലിറ്റർ പെർ മോൾ. ലിറ്റർ പെർ മോൾ നമ്മൾ V2 കണ്ടുപിടിച്ചു. 20 ഡിഗ്രി സെൽഷ്യസിൽ 24.04 ലിറ്റർ പെർ മോൾ ആണെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് എത്ര ppm ആണെന്ന് നമുക്ക് ഈ റിലേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഇനി ഇപ്പം നമ്മൾ ഓക്സൈഡ്സ് ഓഫ് സൾഫർ ആയിരുന്നു നമ്മൾ കണ്ടത്. ഇനി ഓക്സൈഡ്സ് ഓഫ് കാർബൺ, അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കാർബൺ മോണോക്സൈഡ് ആണ്. അതാണ് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള കാർബണിൻ്റെ ഓക്സൈഡ്. എന്തൊക്കെയാണ് അതിൻ്റെ പെക്യുലാരിറ്റീസ്? കാർബൺ മോണോക്സൈഡ് കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, അതൊരു ടോക്സിക് ഗ്യാസ് ആണ്. ഏതൊക്കെയാണ് കാർബൺ മോണോക്സൈഡിൻ്റെ സോഴ്സസ്? നമ്മുടെ ഇൻകംപ്ലീറ്റ്ലി ബേൺഡ് നാച്ചുറൽ ഗ്യാസ്, കോൾ അല്ലെങ്കിൽ വുഡ് ഒക്കെയാണ് കാർബൺ മോണോക്സൈഡിൻ്റെ സോഴ്സസ്.
പിന്നെ വെഹിക്കുലർ എക്സോസ്റ്റ് ഈസ് ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് കാർബൺ മോണോക്സൈഡ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? കാർബൺ മോണോക്സൈഡ് പോസസ് 200 times affinity ഫോർ ബ്ലഡ് ഹീമോഗ്ലോബിൻ ദാൻ ഓക്സിജൻ. ഓക്സിജൻ ഉള്ളതിനെക്കാട്ടിയും 200 ഇരട്ടിയാണ് കാർബൺ മോണോക്സൈഡിന് ബ്ലഡ് ഹീമോഗ്ലോബിനുമായിട്ടുള്ള അഫിനിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ കാർബൺ മോണോക്സൈഡ് ഇൻഹെയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബ്ലഡിലുള്ള ഓക്സിജനെ എല്ലാം ഈ കാർബൺ മോണോക്സൈഡ് റീപ്ലേസ് ചെയ്യും. അങ്ങനെ എന്ത് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു? കാർബോക്സി ഹീമോഗ്ലോബിൻ. ഓക്സി ഹീമോഗ്ലോബിന് പകരം കാർബോക്സി ഹീമോഗ്ലോബിൻ ആണ് ഉണ്ടാകുന്നത്. സോ ഈ കാർബോക്സി ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ മോണോക്സൈഡ് ലോ ലെവൽസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെഡേക്കോ ഡിസിനസോ അങ്ങനെയൊക്കെ ഉണ്ടാകുള്ളൂ. പക്ഷേ അത് ഹൈ ലെവൽസിൽ പ്രസന്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ നോസിയ ഉണ്ടാകും, ഹാർട്ട് പാൽപിറ്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറഗുലാരിറ്റീസ് ഇൻ ദ ഹാർട്ട് ബീറ്റ് ആയിരിക്കും, സഡൻ ആയിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ഒക്കെ ഉണ്ടാകും. സോ ലോ ലെവൽസ് ആണെന്നുണ്ടെങ്കിൽ അത് വലിയ ഹാർംഫുൾ അല്ല. പക്ഷേ അത് ഹയർ ലെവൽസിൽ പ്രസന്റ് ആകുമ്പോഴത്തേനും നമുക്ക് അബ്നോർമാലിറ്റീസ് ഇൻ ഹാർട്ട് ബീറ്റും ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്ങും ഒക്കെ ഉണ്ടാകും. ബിക്കോസ് 200 times മോർ അഫിനിറ്റി ഫോർ ബ്ലഡ് ഹീമോഗ്ലോബിൻ ആണ് കാർബൺ മോണോക്സൈഡിന്. ഇനി newly revised Indian ambient air quality standards prescribe the maximum permissible concentration of carbon monoxide on hourly weighted average basis as equal to 4 microgram per meter cube for residential areas. എത്രയാണ് റെസിഡൻഷ്യൽ ഏരിയാസിൽ ഇന്ത്യൻ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിരിക്കുന്നത്? 4 microgram per meter cube ആണ്. അത്രയാണ് കാർബൺ മോണോക്സൈഡ്. ഇനി നമുക്ക് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ നോക്കാം. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിരിക്കുന്ന നൈട്രജൻ വിൽ കമ്പൈൻ വിത്ത് ഓക്സിജൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ ടു ഫോം നൈട്രിക് ഓക്സൈഡ്. പിന്നെ എവിടെ നിന്നൊക്കെ റിലീസ് ആകുന്നു? ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആർ റിലീസ്ഡ് ഫ്രം ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്, ഇൻസിനറേഷൻ പ്ലാന്റ്സ്, ഫർണസ് സ്മോക്സ് എക്സെട്ര. സോ നമ്മുടെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എവിടെ നിന്നൊക്കെ വരുന്നു? ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്, ഇൻസിനറേഷൻ പ്ലാന്റ്സ്, ഫർണസ് സ്മോക്സിൽ നിന്നൊക്കെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ റിലീസ് ആകുന്നു. നമ്മൾ കാർബൺ മോണോക്സൈഡ് പറഞ്ഞ പോലെ തന്നെ നൈട്രജൻ ഓക്സൈഡ് ലോ ലെവൽസിൽ അത് ഹാംലെസ് ആണ്. പക്ഷേ ഹയർ കോൺസെൻട്രേഷൻസ് ആകുമ്പോഴേക്കും അത് അസ്ഫിക്സിയേഷൻ ആൻഡ് റെസ്പിറേറ്ററി ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നു. അസ്ഫിക്സിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ബോഡിക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഓക്സിജൻ കിട്ടുന്നില്ല, ഡെഫിഷ്യൻസി ഓഫ് സപ്ലൈ ഓഫ് ഓക്സിജൻ ടു അവർ ബോഡി, അതാണ് അസ്ഫിക്സിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ ടു അവർ ബോഡി എന്താകും? റെസ്പിറേറ്ററി ഡിസ്കംഫർട്ട് ഉണ്ടാക്കും നമുക്ക്. സോ ഹയർ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് റെസ്പിറേറ്ററി ഡിസ്കംഫർട്ട് ഒക്കെ ഉണ്ടാക്കും. ഇനി ഇതിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ് കമ്പൈൻസ് 3 lakhs times faster with hemoglobin than oxygen. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതിലും 3 lakh times മോർ ഫാസ്റ്റർ ആയിട്ടായിരിക്കും നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. ഇനി ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നൈട്രജൻ ഡയോക്സൈഡിനും ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. എത്രയാണ്? മാക്സിമം ആവറേജ് ആനുവൽ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഡയോക്സൈഡ് ഫോർ റെസിഡൻഷ്യൽ ഏരിയാസ് ഈസ് 40 microgram per meter cube. അല്ലെങ്കിൽ അത് എത്രയാ വരിക? 0.021 parts per million at 20 degrees Celsius. നമുക്കറിയാം 1 microgram per meter cube എത്ര പാർട്സ് പെർ മില്യൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ള റിലേഷൻ നമുക്കറിയാം. ഇനി മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബിനെ പാർട്സ് പെർ മില്യൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ആ റിലേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ റെസിഡൻഷ്യൽ ഏരിയാസിലെ നൈട്രജൻ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 40 microgram per meter cube അല്ലെങ്കിൽ 0.021 parts per million എന്നാണ് ഇന്ത്യൻ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. ഇനി ഒരു ഹാംഫുൾ ആയിട്ടുള്ള പ്രൈമറി എയർ പൊല്യൂട്ടന്റ് ഏതാണ്? ഹൈഡ്രോ കാർബൺസ് ആണ്. ഹൈഡ്രോ കാർബൺസ് എല്ലാവരും +1 +2 ഇഷ്ടംപോലെ പഠിച്ചിട്ടുള്ളതായിരിക്കും. എന്താണ് ഹൈഡ്രോ കാർബൺസ്? ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റംസ് ആണ്. കാർബൺ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും പ്രസന്റ് ആയിരിക്കുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുക. ഈ ഹൈഡ്രോ കാർബൺസ് അറ്റ്മോസ്ഫിയറിലോട്ട് എങ്ങനെയൊക്കെയാണ് വരിക? ഇവാപറേറ്റഡ് ഇൻ ടു അറ്റ്മോസ്ഫിയർ ഫ്രം petroleum fuel supplies or as remnants of petroleum fuel that did not burn completely. ഒന്നുകിൽ പെട്രോളിയം ഫ്യൂവൽ സപ്ലൈസിൽ നിന്നും ലിബറേറ്റ് ആകും, അല്ലെങ്കിൽ നമ്മുടെ പെട്രോളിയം ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആകുന്നില്ല എന്നുണ്ടെങ്കിലും ഹൈഡ്രോ കാർബൺസ് അറ്റ്മോസ്ഫിയറിലോട്ട് ലിബറേറ്റ് ആകും. ഇനി ഹൈഡ്രോ കാർബൺസ് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? അലിഫാറ്റിക് ഗ്രൂപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺസും ഉണ്ട്, ആരോമാറ്റിക് ഗ്രൂപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺസും ഉണ്ട്. അലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസിലാണ് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ ഒക്കെ പ്രസന്റ് ആകുന്നത്. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വേറെ പേരാണ് ഓൾഫൈൻസ് എന്ന് പറയുക. അതാണ് ഏറ്റവും ഹാംഫുൾ. അത് ആണ് നമുക്ക് എയർ പൊല്യൂഷൻ സ്റ്റഡീസിലൊക്കെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആൽക്കീനെയാണ്. ആൽക്കൈൻസും ഹൈലി അൺസാച്ചുറേറ്റഡ് ആണ്, പക്ഷേ അത് അറ്റ്മോസ്ഫിയറിൽ വളരെ ലോ കോൺസെൻട്രേഷനിലേ പ്രസന്റ് ആകുന്നുള്ളൂ. അപ്പോൾ നമ്മളത് വലിയ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കോമ്പൗണ്ട് അല്ല. പക്ഷേ ആൽക്കീൻ ആണ് ഏറ്റവും ഹാംഫുൾ ആയിട്ട് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇനി ആരോമാറ്റിക് ഗ്രൂപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ബെൻസീനും റിലേറ്റഡ് ആയിട്ടുള്ള പോളിമർ ഗ്രൂപ്പും ഒക്കെയാണ് ആരോമാറ്റിക് ഗ്രൂപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയും. ഇനി നമ്മുടെ ഇന്ത്യൻ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആനുവൽ കോൺസെൻട്രേഷൻസിന് ലിമിറ്റ് തന്നിട്ടുണ്ട്. ഏതിനൊക്കെയാണ്? ബെൻസീൻ ആണെന്നുണ്ടെങ്കിൽ അത് 5 microgram per meter cube,
ബെൻസോ എ പൈറിൻ ആണെന്നുണ്ടെങ്കിൽ 1 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബിലുമാണ് പ്രസന്റ് ആകാനുള്ള ഒരു പെർമിസിബിൾ ലിമിറ്റ്. ആനുവൽ കോൺസെൻട്രേഷൻ ഓഫ് ബെൻസീൻ 5 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബും ബെൻസോ എ പൈറിൻ ആണെന്നുണ്ടെങ്കിൽ 1 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബും. ഇനി അടുത്തത് ഏതാണ്? സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ. സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ സോളിഡ് ഫോമിലും ലിക്വിഡ് ഫോമിലും പ്രസന്റ് ആണ്. സോളിഡ് ഫോമിലുള്ള സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത് ഡസ്റ്റ്, സ്മോക്ക്, ഫ്യൂം ഒക്കെയാണ് സോളിഡ് ഫോം. ലിക്വിഡ് ഫോമിലുള്ളത് മിസ്റ്റും ഫോഗും. ഇനി രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ് ഉണ്ട്, TSPM-ഉം RSPM-ഉം. TSPM എന്താണ്? ടോട്ടൽ സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്ററും RSPM എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സസ്പെൻഡഡ് പെർട്ടിക്കുലർ മാറ്റർ. റെസ്പിറേറ്ററി സസ്പെൻഡഡ് പെർട്ടിക്കുലർ മാറ്റർ എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് അപ് ടു 10 മൈക്രോൺ സൈസ് ആണ്. നമ്മൾ 10 മൈക്രോൺ സൈസ് വരെയുള്ള പാർട്ടിക്കിൾസിനെ റെസ്പിറേറ്ററി സസ്പെൻഡഡ് പെർട്ടിക്കുലർ മാറ്റർ അല്ലെങ്കിൽ PM10 എന്ന് പറയും. 10 മൈക്രോണിന് മുകളിലോട്ട് സൈസുള്ള പാർട്ടിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നോസ് ലൈനിങ്ങിലുള്ള ഹെയർ ഫോളിക്കിൾസും അല്ലെങ്കിൽ മ്യൂക്കസും ഒക്കെ തടയും, നമ്മുടെ ലങ്സിലോട്ട് എൻ്റർ ചെയ്യുന്നതിനെ തടയും. പക്ഷേ വളരെ ചെറിയ പാർട്ടിക്കിൾസ് 10 മൈക്രോണിലും ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലങ്സിലോട്ട് എൻ്റർ ആകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ ചെറിയ പാർട്ടിക്കിൾസിൽ ചിലപ്പം അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഏതെങ്കിലും ക്യാൻസർ കോസിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കാർസിനോജൻസ് ഈ പാർട്ടിക്കിൾസിന്റെ കൂടെ നമ്മുടെ ലങ്സിലോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹാർംഫുൾ ആണ്. ഇറ്റ് വിൽ അൾട്ടിമേറ്റ്ലി ലീഡ് ടു ലങ് ക്യാൻസർ എന്നാണ് പറയുന്നത്. അപ്പം ഈ ചെറിയ സൈസിലുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ കൂടുതൽ കാര്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പം ഈ പാർട്ടിക്കിൾ സൈസ് അപ് ടു 10 മൈക്രോൺ സൈസിന് നമ്മൾ റെസ്പിറേറ്ററി സസ്പെൻഡഡ് പെർട്ടിക്കുലർ മാറ്റർ അല്ലെങ്കിൽ PM10 എന്ന് പറയുന്നു. ഇനി ഇന്ത്യൻ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പെർമിസിബിൾ കോൺസെൻട്രേഷൻ പറഞ്ഞിട്ടുണ്ട്. ഏതിനൊക്കെയാണ്? PM10-നും PM2.5-നും. PM2.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ് അപ് ടു 2.5 മൈക്രോൺ സൈസിനെയാണ് PM2.5 എന്ന് പറയുക. അപ്പോൾ PM10 ആണെങ്കിൽ അത് 60 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നും PM2.5 ആണെന്നുണ്ടെങ്കിൽ അതിനെ 40 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ള ഒരു ലിമിറ്റിലാണ് ഇന്ത്യൻ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത കോമ്പൗണ്ട്സ് ആണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്, ഓസോൺ, പാൻ ഒക്കെ. അപ്പോൾ സ്മോക്ക് എന്ന് പറയുന്നത് എന്താണ്? അതൊരു കോമ്പിനേഷൻ ആണ്. നമ്മുടെ സ്മോഗും ഫോഗും കൂടി മിക്സ് ആകുമ്പോഴാണ്, ഇത് തിരിച്ചാണ്. സ്മോഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സ്മോക്ക് പ്ലസ് ഫോഗ് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. സ്മോക്ക് ഇസ് ഈക്വൽ ടു സ്മോക്ക് പ്ലസ് ഫോഗ്. അതിന്റെ കോമ്പിനേഷനെയാണ് സ്മോക്ക് ഇസ് ഈക്വൽ ടു സ്മോക്ക് പ്ലസ് ഫോഗ് ആണ്. എങ്ങനെയാണ് ഈ സ്മോഗ് പ്രൊഡ്യൂസ് ആകുന്നത്? ബൈ ദ ഇന്ററാക്ഷൻ ഓഫ് ഹൈഡ്രോകാർബൺസ് ആൻഡ് ഓക്സിഡൻസ് ലൈക്ക് sulfur dioxide or nitrogen dioxide under the influence of sunlight. So സൺലൈറ്റിന്റെ ഇൻഫ്ലുവൻസിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിരിക്കുന്ന ഹൈഡ്രോകാർബൺസും ഏതെങ്കിലും ഓക്സിഡൻസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് സ്മോഗ് പ്രൊഡ്യൂസ് ആകുന്നത്. സൺലൈറ്റിന്റെ ഇൻഫ്ലുവൻസ് വരുന്നത് കൊണ്ടാണ് അവിടെ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. സൺലൈറ്റിന്റെ ഇൻഫ്ലുവൻസ് വരുന്നത് കൊണ്ടാണ് അതിൽ ഫോട്ടോ എന്നുള്ള ടേം വരുന്നത്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഹൈഡ്രോകാർബൺസും ഓക്സിഡൻസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് സ്മോഗ് പ്രൊഡ്യൂസ് ആകുന്നു. ഇനി ഫോട്ടോ കെമിക്കൽ സ്മോഗിലുള്ള മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയാണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോ കെമിക്കൽ സ്മോഗിലുള്ള മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് പാൻ, ഓസോൺ, നൈട്രജൻ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രോകാർബൺസ്. പാൻ എന്ന് പറയുന്നത് പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ആണ് പാൻ. സോ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് പാൻ, ഓസോൺ, നൈട്രജൻ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രോകാർബൺസ്. ഇനി ഇന്ത്യൻ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നമ്മുടെ ഓസോണിനും ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? മാക്സിമം പെർമിസിബിൾ കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ ഓൺ അവർലി വെയ്റ്റഡ് ആവറേജ് 180 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 180 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. The major secondary pollutant formed from light striking the hydrocarbons are. ഏതാണ് സെക്കൻഡറി പൊല്യൂട്ടന്റ്? ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രോകാർബൺസിൽ ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പം ഫോം ചെയ്യുന്ന സെക്കൻഡറി പൊല്യൂട്ടന്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഓപ്ഷൻസ് പാൻ, കാർബൺ ഡൈ ഓക്സൈഡ്, സ്യൂവേജ്, BHC. ഏതാണ് ഫോം ചെയ്യുന്നത്? പാൻ ആണ്. ലൈറ്റ് ഹൈഡ്രോകാർബൺസിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ് പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്. പാൻ എന്ന് പറയുന്നത് പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്. ഫുൾ ഫോം ഓഫ് പാൻ പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്.
Primary constituents of photochemical smog are. Photochemical smogന്റെ primary constituents ഏതൊക്കെയാണ്? Photochemical smog എങ്ങനെയായിരുന്നു ഉണ്ടാകുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിരിക്കുന്ന ഏതൊക്കെയായിരുന്നു? ഓർത്ത് നോക്കുക. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സൾഫർ ഡയോക്സൈഡ് ആൻഡ് കാർബൺ മോണോക്സൈഡ്, ഓസോൺ ആൻഡ് പാൻ, നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രോകാർബൺസ്, കാർബൺ ഡയോക്സൈഡ്. ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? ഫോട്ടോകെമിക്കലിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് ഓസോണും പെറോക്സി അസറ്റൈൽ നൈട്രേറ്റും ആണ് photochemical smogന്റെ primary constituents. Affinity of carbon monoxide for hemoglobin as compared to oxygen is 2 times more, 20 times more, 100 times more, 200 times more. എത്രയാണ് affinity of carbon monoxide for hemoglobin എന്ന് പറയുന്നത്? 200 times more affinity ആയിരുന്നു. അപ്പം നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ഓക്സിജനെ ആര് റീപ്ലേസ് ചെയ്യും? കാർബൺ മോണോക്സൈഡ് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ഏത് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു? കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു. നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നു. ഹയർ കോൺസെൻട്രേഷൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഇനി ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണെന്നുണ്ടെങ്കിൽ അഫിനിറ്റി എത്രയായിരുന്നു? ഓക്സൈഡ്സ് ഓഫ് നൈട്രജന്റെ അഫിനിറ്റി ഫോർ ഹീമോഗ്ലോബിൻ 3 lakh times ആയിരുന്നു. 3 lakh times more affinity than oxygen ആണ്. ഹീമോഗ്ലോബിനുമായിട്ട് ഓക്സൈഡ്സ് ഓഫ് നൈട്രജന് 3 lakh times more affinity ആണ് ഉള്ളത്. ഇനി ആസിഡ് റെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ. ആസിഡ് റെയിൻസ് ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുക? നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ഡയോക്സൈഡ്, അമോണിയ, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്. ആസിഡ് റെയിൻസ് ഏതായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നൈട്രജൻ ഓക്സൈഡ് ആൻഡ് സൾഫർ ഡയോക്സൈഡ് ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിരിക്കുന്ന നൈട്രജൻ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും ഒക്കെ. ഇപ്പോൾ സൾഫർ ഡയോക്സൈഡും ഒക്കെ നമ്മുടെ വാട്ടർ വേപ്പറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആസിഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ആസിഡ്സ് ആണ് ആസിഡ് റെയിൻസ് ഉണ്ടാക്കുന്നത്. അപ്പം അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിരിക്കുന്ന നൈട്രജൻ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും വാട്ടർ വേപ്പറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആസിഡ്സ് ഫോം ചെയ്യും. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും പ്രൊഡ്യൂസ് ആകുന്നു. അങ്ങനെയാണ് ആസിഡ് റെയിൻസ് ഉണ്ടാകുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എയർ പൊല്യൂഷന്റെ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ എഴുതാം. അതല്ല ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻസിൽ പറയാം. ഏതെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെയുള്ള ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാം. സോ നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് PCB AEക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.